ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമുക്ക് DNA പാക്കേജിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫണ്ടമെന്റൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രൊമാറ്റിൻ ഇസ്. എന്താണ് ഫണ്ടമെന്റൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രൊമാറ്റിൻ? നമുക്കറിയാം, ന്യൂക്ലിയോസോം ആണ് അല്ലേ? ന്യൂക്ലിയോസോം, ഒരു ന്യൂക്ലിയോസോം, അടുത്ത ന്യൂക്ലിയോസോം, അടുത്ത ന്യൂക്ലിയോസോം, ഇങ്ങനെ ന്യൂക്ലിയോസോംസ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ്, അത് കണ്ടൻസ് ചെയ്തുണ്ടാവുന്നതാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. സോ ദ ഫണ്ടമെന്റൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഈസ് ന്യൂക്ലിയോസോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ DNA സെഗ്മെന്റ് പ്രസന്റ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോസോംസ് ഈസ്. നമുക്ക് ഓൾറെഡി അറിയാതെ എന്താണ്? ലിങ്കർ DNA അല്ലേ? അതിന്റെ ആൻസർ എന്താണ്? ലിങ്കർ DNA. So the answer is option B. Then which histone is known as the linker histone? ഏതാണ്? H1 histone. അതായത് നമുക്കറിയാം, ഹിസ്റ്റോൺ കോർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക? H2A, H2B, H3, H4. ഇതെല്ലാം തന്നെ രണ്ടെണ്ണം വീതം. ഇനി നമ്മുടെ H1 ഹിസ്റ്റോൺ ആണ് എന്തെന്ന് പറയുന്നത്? ലിങ്കർ ഹിസ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത്. അതാണ് നമ്മുടെ DNA ഇങ്ങനെ ലിങ്ക് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, then next one, the length of DNA per cell is about 2.2 meter. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയി കാണുക കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.